ഹായ്, നമ്മൾ ഇന്ന് CQL 3 ആക്സിസ് ജിംബലിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഇത് സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ജിംബലാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് 3 ടൈപ്പ് മോഷൻ ഉണ്ട്. ഇത് നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോൾ അറിയാതെ നമ്മൾ ഡിഗ്രി ചിലപ്പം കറക്റ്റായിട്ട് എടുക്കില്ല. ഇത് 360 ഡിഗ്രി മോഷനിൽ 3 ടൈപ്പിൽ 3 ആക്സിസിലും 360 ഡിഗ്രി മോഷനിൽ ജിംബലാണ്. അപ്പോൾ എന്നാൽ ഫാസ്റ്റ് ട്രാക്ക് ആക്ഷനുകൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല പറ്റിയൊരു ജിംബലാണിത്. വർക്കിംഗ് ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് വരെ 0 to 40 ഡിഗ്രി സെൽഷ്യസ് 6 to 8 അവർ വർക്ക് ചെയ്യും. പിന്നെ ആക്സിസിൻ്റെ 3 ആക്സിസിൻ്റെ എത്ര റൊട്ടേഷൻ 3 ആക്സിസിൽ ഇങ്ങനെ കാണാം. ഇപ്പം 360 ആണ് 3 ആക്സിസിൽ. നിങ്ങൾ ഓൺലൈനിൽ നോക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് അതിപ്പം ചിലപ്പോൾ വില കുറവായിട്ട് നിങ്ങൾ കാണും. പക്ഷേ അത് 3 ആക്സിസും ഫുള്ള് 180 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവും വില കുറവായിട്ട്. അത് നിങ്ങൾ സൂക്ഷിച്ചിട്ട് എടുക്കണം. ഞാനിത് വാങ്ങിച്ചത് ദുബായിൽ നിന്നാണ്. ഡ്രാഗൺ മാർട്ടിലത്തെ ഒരു ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 4,500 to 5,000 റുപ്പീസിനെടുത്തായി. ഓക്കെ, നമുക്കിതിന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, നമ്മിത് എനിക്ക് ഇപ്പം അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാനുള്ള ഇപ്പോഴത്തെ സംഭവം. അടുത്ത ട്രാവൽ അപ്ഡേറ്റ്, ഒരു ട്രാവൽ അപ്ഗ്രേഡ് പോലെ വീഡിയോ എടുക്കാനുള്ളൊരു ഇതിലാണ് വാങ്ങിച്ചത്. അപ്പോൾ ഫസ്റ്റ് കവർ തുറന്നു. ഒരു ആകാംക്ഷയുണ്ട് ഇത് കാണാൻ എങ്ങനെ ഉണ്ടാവും. അയ്യോ, തുറന്നിരിക്കുന്നുണ്ട്. ഇപ്പം മേലൊരു പ്രൊട്ടക്ഷൻ കവർ ഉണ്ട്. 1 വർഷത്തോളം വാറണ്ടി ഉണ്ട് ഇതിന്. അപ്പം ഗിംബിളിലൊരു കാർഡ് വന്നിട്ടുണ്ട്, കാറ്റലോഗ് വന്നിട്ടുണ്ട്. അപ്പോൾ കാറ്റലോഗിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് ആവണം, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവണം. അപ്പം നമുക്ക് കാർഡ് വന്നിട്ടുണ്ട്, ഗിംബിളിൻ്റെ കാറ്റലോഗ് വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏതെല്ലാം വെതർ കണ്ടീഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ജോയ്സ്റ്റിക്ക്, ഹെഡിങ് ആക്സിസ് മോട്ടർ, മൊബൈൽ ഫോൺ, അത് 9-15 സെക്ഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ കണക്ട് ചെയ്യണം, എങ്ങനെ USB കണക്ട് ചെയ്യണം, ഫോൺ എങ്ങനെ കണക്ട് ചെയ്യണം, ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ചാർജ് ചെയ്യണമല്ലോ. ചാർജ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പം അതിൻ്റെ കൂടെ ഉള്ളത് ഇതാണ് സംഭവം. നല്ല ഹാൻഡിയാണ്. ഇതും ഞാൻ 2-3 മോഡൽസ് നോക്കി. S5 എന്ന് പറഞ്ഞൊരു കമ്പനി നോക്കി. അത് എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇത്ര അത് എനിക്ക് ഫിസിക്കലി ഞാൻ നോക്കിയപ്പോൾ ബട്ടൺസ് ഒക്കെ ഇങ്ങനെ ആയിരുന്നില്ല. ഇത് ബട്ടൺസ് ഒക്കെ നല്ല ബട്ടണാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ടച്ചിലൊരു ബട്ടണാണ് പക്ഷേ S5ൻ്റെ നോക്കിയപ്പോഴും സെയിം പ്രൈസാണ് കണ്ടത്. 280 ദിറംസ് കണ്ടു. ഇത് നമ്മളൊരു 220 ദിറംസ് ആണ് പേ ചെയ്തത്. ഫസ്റ്റ് പുള്ളിക്കാരൻ ഒരു 270 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച് വില കുറച്ച് അൺബോക്സ് ചെയ്ത സ്ഥിതിക്ക് ഇനി അടുത്ത സ്റ്റെപ്പ്, ഫസ്റ്റ് നമ്മൾ ഫോണിൽ ജിംബൽ പ്ലേ എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. iOS-ലും പ്ലേ സ്റ്റോറിലും ആൻഡ്രോയിഡിലും രണ്ടിലും അവൈലബിൾ ആണ് ഈ ആപ്പ്. അപ്പം അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ജിംബൽ, ഞാൻ ഈ ട്രൈപോഡിൻ്റെ സ്റ്റാൻഡിൻ്റെ പീസ് ടൈറ്റൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഇതിൻ്റെ മോട്ടർ ഇതിൻ്റെ ഓൺ ചെയ്തതിന് ശേഷം ഒരിക്കലും മാനുവലി ഇതൊന്നും ടച്ച് ചെയ്യുന്നതൊക്കെയാണ് നല്ലത്. കാരണം അത് ഡാമേജസ് ഉണ്ടാകും. പിന്നെ ഇത് ജോയ്സ്റ്റിക്കാണ് ആക്ച്വലി. ഈ ഒരു റൗണ്ട് ബട്ടൺ, ആ ഒരു ജോയ്സ്റ്റിക്കിനെ കൊണ്ട് നമുക്ക് അപ്പ് സൈഡ് ഡൗൺ സൈഡ് മോഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. മുകളിലേക്കാക്കാം, താഴേക്കാക്കാം. പിന്നെ ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെയുള്ള വീഡിയോ എടുക്കാൻ പറ്റും. ഞാനിതിൻ്റെ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ
മെക്കാനിസം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇപ്പം നമുക്ക് ഇത് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് ഫോക്കസിങ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ആൾക്കാരൊക്കെ ഫേസ് ഡിറ്റക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മോഷൻ അനുസരിച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്ന സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഈ ചെറിയ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കും. ഇനി ഈ ജിംബൽ എങ്ങനെ യൂസ് ചെയ്തിട്ട് വേറെ വീഡിയോ എങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് ഞാൻ കാണിച്ചു. നല്ലൊരു ബജറ്റ് ഫ്രണ്ട്ലി ജിംബലാണിത്, C12ൻ്റെ 3 ആക്സിസ്. ഇനി അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഞാൻ വീഡിയോസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതിങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ ബാലൻസ്. ഇപ്പം ഈ ഒരു ഫോണിന് ഈ ബാലൻസ് ഓക്കെയാണ്. വേറൊരു ഫോൺ എടുക്കുമ്പം ഒന്നെങ്കിൽ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക് ചെയ്യും. ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നോബ് ജസ്റ്റ് ഒന്ന് ലൂസനാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ടൈറ്റൻ ചെയ്തു. അപ്പോൾ നമുക്ക് ആ ലെഫ്റ്റ് റൈറ്റിൽ ഇപ്പം നേരെ നിൽക്കും. അപ്പോൾ ഈ ഒരു ഫോണിന് ഇപ്പം ഇത് 13 Pro ആണ്. അപ്പം ഇതിനേറ്റവും ഈ ഒരു ആംഗിളിലാണ് ഓക്കെയാണ്. നേരെ നിൽക്കണം, അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സ് ഈ മോട്ടറിന് പോയിട്ട് അപ്പം അതിൻ്റെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നോക്കുമ്പോൾ കൂടുതൽ ഫോഴ്സ് ആ മോട്ടർ യൂസ് ചെയ്യും. അതും കൂടി ഓക്കെ. അത് ഏകദേശം ഈ ലെവലിലെല്ലാം ഓക്കെ ആണെങ്കിൽ ശരിയാവും. അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ബ്ലൂടൂത്ത് ഓൺ ആക്കുക, പിന്നെ ജിംബലിൻ്റെ പവർ ഓൺ ആക്കുക. ഓക്കെ, ജിംബലിൻ്റെ പവർ ഓൺ ആക്കി കഴിഞ്ഞിട്ട് ജിംബലിൻ്റെ പവർ ഓൺ ആക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്, ബ്ലൂടൂത്തിൽ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പം നേരെ നിൽക്കാൻ തുടങ്ങി. എന്താ ഈ ഒരു സ്പേസിൽ നമുക്ക് നിൽക്കണ്ടേ. അപ്പോൾ നമുക്ക് ജിംബൽ ഓൺ ആക്കാം. നമുക്ക് ബാക്കി റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഷൂട്ടിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എങ്ങനെ റെക്കോർഡിങ് സ്റ്റാർട്ട് ആക്കുന്നത്. ഇവിടെ തന്നെ ഒരു ബട്ടൺ ഉണ്ട്, റെക്കോർഡിങ് സ്റ്റാർട്ട് ആക്കുന്നത് ബട്ടൺ. അത് പ്രസ് ചെയ്യാം. അപ്പോൾ റെക്കോർഡിങ് സ്റ്റാർട്ടാവും. പിന്നെ ഇത് ജോയ്സ്റ്റിക്കാണ് ആക്ച്വലി. ഈ ഒരു റൗണ്ട് ബട്ടൺ, ആ ഒരു ജോയ്സ്റ്റിക്കിനെ കൊണ്ട് നമുക്ക് അപ്പ് സൈഡ് ഡൗൺ സൈഡ് മോഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. മുകളിലേക്ക് താഴേക്ക്. പിന്നെ ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെയുള്ള വീഡിയോ എടുക്കാൻ പറ്റും. ഞാനിതിൻ്റെ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇപ്പം നമുക്ക് ഇത് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് ഫോക്കസിങ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ആൾക്കാരൊക്കെ ഫേസ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മോഷൻ അനുസരിച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്ന സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്തിട്ട് വേറെ വീഡിയോ എങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് ഞാൻ കാണിച്ചു. നല്ലൊരു ബജറ്റ് ഫ്രണ്ട്ലി ജിംബലാണിത്, C12ൻ്റെ 3 ആക്സിസ്. ഇനി അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഞാൻ വീഡിയോസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു.